സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്താണ് യൂണിവേഴ്സ് താങ്കളോട് പറയാൻ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കറൻറ്റ് എനർജിയാണ്. രണ്ടാമത്തെ കാർഡിലാണ് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് തരുന്നത്. മൂന്നാമത്തെ കാർഡിൽ നമ്മൾ എന്ത് ഔട്ട്കം ശ്രമിക്കാം കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്താണ് നമ്മുടെ എനർജി എന്ന് വെച്ചപ്പോൾ ഡെത്ത് എന്ന് പറയുന്ന കാർഡാണോ എന്നുള്ളത്. ഡെത്ത് എന്ന് പറയുന്ന കാർഡ് ശരിക്കുള്ളൊരു ഫിസിക്കലായിട്ടുള്ളൊരു മരണത്തെ അല്ല സൂചിപ്പിക്കുന്നത്, ഒരു പരിവർത്തനം എന്ന് പറയും, ഒരു മാറ്റത്തിൻ്റെ ഒരു കാർഡാണ് ഡെത്ത് എന്ന് പറയുന്നത്. ഇത് മിസ്റ്റിക് റോസ് എന്ന് പറയും, ഇത് അമൃത് എന്ന് പറയുന്ന ഇതാണ്. അതായത് ഈ കാർഡ് നമ്മളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. നമുക്ക് ചിത്രശലഭത്തിൻ്റെ യാത്ര നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് പുഴുവായിരുന്നൊരു ചിത്രശലഭം പിന്നീട് പ്യൂപ്പയായി അതിൽ നിന്നും ഒരു പറക്കുന്നൊരു ജീവിയായി മാറുന്നത്, ചിത്രശലഭമാവുന്നത്. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. പൊതുവേ ഈ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പൊതുവേ കുറച്ച് വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നാം. അത് നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് നമ്മുടെ ഇന്നത്തെ ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് വീണ്ടും കുതിരപ്പുറത്തുള്ള ആളാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് നമ്മളോട് പറയുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ധനത്തിനെ ഫോക്കസ് ചെയ്യുന്നൊരു കാർഡാണ്. ധനമുണ്ടാക്കണമെങ്കിൽ കഠിനമായിട്ടുള്ള ഹാർഡ് വർക്കിൻ്റെ ആവശ്യമുണ്ട്, അതേപോലെ തന്നെ ഫോക്കസ്ഡ് ആവശ്യമുണ്ട്. പിന്നെ പതുക്കെ പതുക്കെയാണ് ധനം വരുന്നത്. നമുക്കറിയാൻ പറ്റും ഈ നൈറ്റിൻ്റെ കാർഡുകളിൽ ഏറ്റവും പതുക്കെ പോകുന്ന കുതിര എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെയാണ്. അതിന് കാര്യച്ചാൽ ധനമുണ്ടാക്കുന്നത് അങ്ങനെയേ നമുക്ക് സാധിക്കുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ലൊരു ധനം നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെയോ നാളത്തെയോ അല്ല, ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ലൊരു ഗോൾ സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്ത് ഔട്ട്കം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വെച്ചപ്പോൾ നമുക്ക് സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡാണ്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു വിധത്തിൽ വിജയത്തിൻ്റെ ഒരു കാർഡാണ്. നിങ്ങൾക്കറിയാൻ പറ്റും നമ്മളെ കടിച്ചു തിന്നാൻ വരുന്നൊരു സിംഹത്തെ നമ്മൾ വളരെ ലാഘവത്തോടു കൂടിയാണ് ഡീൽ ചെയ്യുന്നത്. അതായത് നമ്മളോട് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ദേഷ്യമോ ഡിപ്രഷനോ അങ്ങനത്തെ വികാരങ്ങളല്ല എടുക്കേണ്ടത്, നമ്മുടെ സോഫ്റ്റ് പവർ, അതായത് നമുക്ക് ആളുകളെ നിയന്ത്രിക്കാനൊരു കഴിവുണ്ട് ഉള്ളിൽ, അത് സ്നേഹത്തോടു കൂടിയിട്ട് അതാണ് പറയുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ നോക്കാമെന്ന് പറയാം. തീർച്ചയായിട്ടും ഇന്ന് വളരെ പവർഫുൾ കാർഡുകളാണ്. ഡെത്ത് എന്ന് പറയുന്നതും സ്ട്രെങ്ത് എന്ന് പറയുന്നതും നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഓവറോൾ എന്ന് പറയുന്നത് നമുക്കൊരു പരിവർത്തനത്തിൻ്റെ പാതയിലൂടെ ധനത്തിൻ്റെ ഒരു യാത്രയിലേക്ക്, അതിലൂടെ നമ്മൾ ഒരു ശക്തിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.